ഹലോ, ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് കുട്ടികളുടെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയ വിശേഷങ്ങളും കുറച്ച് വിശേഷങ്ങളുമുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഈ വർഷം പ്രോഗ്രാമിനൊന്നുമില്ല. എല്ലാ പ്രാവശ്യവും ഡാൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് പ്രാവശ്യം ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മൾ പ്രോഗ്രാമിനൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. പ്രോഗ്രാം തുടങ്ങുന്നത് ഏകദേശം 5:30 ടൈമിലാണ്. ഞങ്ങൾ വന്നിട്ടുള്ളത് 4:30 ടൈമിലാട്ടോ. പിന്നെ പ്രോഗ്രാമിലുള്ള കുട്ടികളൊക്കെ നേരത്തെ വരും, അവർ മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വരും. ഞങ്ങൾ വന്ന സമയത്ത് തുടങ്ങുന്നേ ഉള്ളൂ, ആളുകൾ വരുന്നേ ഉള്ളൂ, അറേഞ്ച് ചെയ്ത് വെക്കുന്നുള്ളൂ. എല്ലാ ഐറ്റംസൊക്കെ സമയം ഏകദേശം ആയിട്ടുണ്ട്. ഒരു 4:45 5 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ടൈം. ഇവരുടെ സ്കൂൾ വരുന്നത് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ലിറ്റിൽ കിങ്ഡം സ്കൂളാണ്. 7ാം ക്ലാസ് വരെയാണ്, LKG മുതൽ 7th വരെയാണുള്ളത്. അച്ചു ആൾ ഫ്രണ്ട്സ് മേക്കപ്പ് ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാനവിടെ പോസ്റ്റ് അടിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്, ആളുകൾ വരുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതെന്നല്ല, ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, അതെന്താണെന്നുള്ളത് വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ ഇതിന് ഗസ്റ്റായി വരുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിലെ സീസൺ 9 ബവിൻ വിനോദാണ് കേട്ടോ വരുന്നത്. അവളത് ആ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശം ഒരു 5 മണി കഴിഞ്ഞു, 5:15 ആയ ടൈമിൽ ആളുകൾ പതുക്കെ വന്നു തുടങ്ങി കേട്ടോ. പിന്നെ ടീച്ചേഴ്സ് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ കുട്ടികളോട് സ്റ്റേജിന് പുറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് വീണ്ടും അവിടെ നിന്ന് പോസ് ചെയ്യുന്നുണ്ട്. ആളുകൾ അത്യാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് ഇതായിട്ട് വരുന്നു, നമ്മുടെ ബബിൻ വിനോദ് പ്രിൻസിപ്പൾ, ദീപ മിസ്സുമാണ്. അതുപോലെ നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ നോമ്പിൻ്റെ ടൈമിലായതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് വന്നിട്ടില്ല. നോമ്പൊക്കെ തുറന്ന് പതുക്കെ വരാനായിരിക്കും, അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ ഒരുപാട് പേര് നിറഞ്ഞു നിൽക്കേണ്ട സമയമാണ്. അങ്ങനെ ഗസ്റ്റിനെ ഫ്രണ്ടിലെ ചെയറിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അവിടുത്തെ PTA പ്രസിഡൻറ്റ്, കുറച്ച് ആളുകളൊക്കെ, പിന്നെ പ്രിൻസിപ്പൾ, അങ്ങനെയൊക്കെ അവരെല്ലാവരും കൂടി ആ ഫ്രണ്ടിലിരുന്ന് വിജിത മിസ് അവരെ വെൽക്കം ചെയ്യാണ്. Today is not just another celebration, it is a day of joy success. For past 25 remarkable years, our school has been more than just a place of learning. It has been a nurturing ground for dreams, a foundation for strong values. Thank you, Bhavin. Now, thank you, ma'am. Now, it is my proud privilege to invite Mr. Arun Olikal, Kanjirapura Panchayat Vice President, to kindly grace the stage with your esteemed presence. Thank you, sir. Next, I humbly request our beloved Thomas sir to please join us on the stage. Thank you, sir. Now, it is my proud privilege to invite our esteemed PTA President, Mr. Shankar, to kindly join us on the stage. Thank you, sir. Next, I invite Ms. Amalu Thomas to kindly grace the stage with your presence. Thank you, Amalu. അങ്ങനെ ഇവരെയൊക്കെ വെൽക്കം ചെയ്ത് അടുത്തത് പ്രയറാണ്. അങ്ങനെ പ്രയർ കഴിഞ്ഞു, അടുത്ത ദീപം തെളിയിക്കലാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അവിടെയുള്ളവരൊക്കെ ദീപം തെളിയിച്ചു. അടുത്തത് വൈസ് പ്രസിഡൻ്റ് അവരുടെ ഒരു ചെറിയ പ്രസംഗം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ ഭവിൻ്റെ സോങ് കേൾക്കാനാണ് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സംസാരിച്ചു. അതിനുശേഷം പിന്നെ സോങ് ഉണ്ടായിരുന്നത്. പിന്നെ പാട്ടൊന്നും ഇതിനകത്ത് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും, അതുകൊണ്ട് മാത്രമാണ് ഇടാത്തത്. പാട്ട് കേട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിട്ട ചാനലേ പോകും. ഞങ്ങൾ അവൻ്റെ ഒരു പാട്ട് മാത്രമേ കേട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് വീണ്ടും പാട്ട് പാടാമെന്നൊക്കെ പറഞ്ഞു. പാട്ട് പാടിയിരുന്നു, പക്ഷെ ഞങ്ങൾ കേൾക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. സമയം 6:15 ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഇവിടുന്ന് പോന്നാലേ ഉള്ളൂ, ഒരു 6:30 ആകുമ്പോൾ വീട്ടിലെത്തി നോമ്പ് തുറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോന്നു. ഞങ്ങൾ പോരുന്ന ടൈം ആയപ്പോഴേക്കും ഏകദേശം ഒരുപാട് ആളുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടേക്ക് ഇരുന്ന് കുട്ടികളുടെ പ്രോഗ്രാം കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് നോമ്പായതുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ളത് കൊണ്ടാണ് പോകുന്നത് തന്നെ. അപ്പോൾ വേഗം വീട്ടിലെത്താൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് പോന്നു.
നോമ്പായതുകൊണ്ടാണ് ഇത്രയും കുറവ് ആളുകൾ ശരിക്കും കേട്ടോ. ഇതിനേക്കാളും പേര് ഉണ്ടാവാറുണ്ട്. നോമ്പ് തുറ കഴിഞ്ഞ് ഏകദേശം 7-8 മണിയാകുമ്പോഴേക്കും ആളുകൾ കൂടും. ഇവർക്ക് പ്രോഗ്രാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടേ പോകാറുള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് പ്രോഗ്രാം കഴിയുന്നതിന് മുന്നേ പോകുന്നത്. കാരണം പ്രോഗ്രാം ഇല്ലല്ലോ, നമ്മളിവിടെ ഇരുന്ന് പിന്നെ നോമ്പ് തുറക്കാനും ഒക്കെ ആയതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലുണ്ട്. അതുപോലെ ഇനിയും ഒരുപാട് വീഡിയോസ് വരും. അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.